വെൽക്കം ടു ഷലൻസ് കിച്ചൺ ആർട്ട്. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് വളരെ രുചികരമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പീനട്ട് ബട്ടർ ഫഡ്ജ് ആണ്. പാനിലേക്ക് 2 കപ്പ് പച്ചക്കപ്പലണ്ടി ചേർക്കാം. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് 15 തൊട്ട് 20 മിനിറ്റ് വരെ ഒന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി അതൊരു ടവലിലേക്ക് ഇട്ട് നമുക്കതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. ടവല് ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ കൈകൊണ്ട് അമർത്തിയെടുത്ത് ഇതിൻ്റെ തൊലിയൊന്ന് നന്നായിട്ടൊന്ന് കളയാം. ഇതുപോലെ നമുക്കൊന്ന് ചെയ്തെടുക്കാം. നേരിയ ചൂടോടുകൂടി വേണം ഇത് ചെയ്യാനായിട്ട്. ഇപ്പം നമ്മളുടെ കപ്പലിൻ്റെ തൊലിയൊക്കെ പോയിട്ടുണ്ട്. ഇനി അതൊന്ന് അരിച്ചെടുക്കാം. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്നിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഇത് നിർത്തി വേണം നമ്മൾ അടിച്ചെടുക്കാൻ. ഇപ്പം ഈ ഒരു കൺസിസ്റ്റൻസി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 സ്പൂൺ തേനും ചേർത്ത് ഒന്നും കൂടി ഒന്നിലിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പം ഈ ഒരു കൺസിസ്റ്റൻസി കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ച് ഒന്നും കൂടി നമുക്ക് ഒന്നിലിട്ട് അടിച്ചെടുക്കാം. നിർത്തി അടിച്ചെടുക്കാം. ഇപ്പം നമ്മളുടെ പീനട്ട് ബട്ടർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് അല്പം ബട്ടർ ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. പാനിലേക്ക് 1/2 കപ്പ് പാല് ചേർക്കാം. 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് പഞ്ചസാര മെൽറ്റ് ചെയ്യാൻ അനുവദിക്കാം. ഇനി അതിലേക്ക് നമുക്ക് എടുത്തു വെച്ച പീനട്ട് ചേർക്കാം. 2 കപ്പ് കപ്പലണ്ടിയിൽ നിന്ന് 1 കപ്പ് പീനട്ട് ബട്ടറാണ് കിട്ടിയിരിക്കുന്നത്. ഇനി ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണിത്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും ഇത്. ഇപ്പം നല്ല തിക്കായിട്ട് വരുന്നുണ്ട്. അതിലേക്ക് 1/2 സ്പൂൺ വാനില എസൻസ് ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതൊന്ന് ഡ്രൈ ആവുന്നത് വരെ നമ്മൾ കൈ അനക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പം അതിൽ നിന്ന് തന്നെ എണ്ണയൊക്കെ വരുന്നുണ്ട്. ഇപ്പം നല്ല കൺസിസ്റ്റൻസി, നമുക്ക് ആവശ്യമുള്ള കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ ഗ്രീസ് ചെയ്ത ബൗളിലേക്ക് ഇടാം. ഇത് ഞാൻ ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്യുന്നില്ല, ഹാഫായിട്ട് സ്പ്രെഡ് ചെയ്യുന്നുള്ളൂ. നമ്മുടെ ഫഡ്ജിന് കുറച്ച് തിക്നെസ് വേണ്ടി വരുന്നതുകൊണ്ടാണ്. ഇനി നേരത്തെ നമ്മൾ വറുത്തതിൽ നിന്ന് കുറച്ച് കപ്പലണ്ടി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് അലങ്കരിക്കാം. ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് 1 മണിക്കൂർ ഇത് സെറ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞു. നമ്മളുടെ പീനട്ട് ഫഡ്ജ് റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്നതാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്താലേ ഇനി ഞാൻ അടുത്തിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടിയുള്ളൂ. Thanks for watching my channel.